ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്രഹ്മദേവന്റെ ആയുസ്സിനെ പറ്റിയാണ്. അപ്പൊ നമ്മുടെ സൃഷ്ടികർത്താവാണല്ലോ ബ്രഹ്മദേവൻ. അപ്പൊ ബ്രഹ്മദേവന് എത്ര വയസ്സുണ്ടെന്ന് അറിയാനായിട്ട് ആഗ്രഹം കാണുമല്ലോ എല്ലാവർക്കും. നമുക്കിപ്പോ നോക്കാം. ഇത് നമ്മളുടെ മനസ്സിലോ ഹൃദയത്തിലോ ചിന്തകളിലോ ഒന്നും വരാത്ത അത്രയ്ക്ക് വലിയ ഒരു ആ, ആയുസ്സാണ് ബ്രഹ്മദേവന്റേത്. അപ്പം ഈ ഭഗവാന്റെ സൃഷ്ടിയിലുള്ള ബ്രഹ്മദേവന്റെ ആയുസ് വരെ ഇത്രയും വലുതാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ എത്ര ബൃഹത്തായിട്ടുള്ള ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഈ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന ശാസ്ത്രകാരന്മാർക്കും ആ, എഴുത്തുകാർക്കൊക്കെ മാക്സിമം അറിയാവുന്നത് AD, അതുപോലെ തന്നെ BC എന്നൊക്കെ പറഞ്ഞ ആ ഒരു കുറച്ച് കണക്കുകൾ മാത്രമാണ് അല്ലെ. 2000 വർഷങ്ങൾക്ക് മുൻപേ ആ, അല്ലെങ്കിൽ BC ഇത്രാമത്തെ വർഷം, അങ്ങനെ വളരെ കുറച്ച് കാലയളവ്, അല്ലെങ്കിൽ ഒരു 5000 വർഷത്തിന് മുൻപുള്ള കാര്യത്തെ പറ്റി അവർക്ക് അത്രയ്ക്ക് ജ്ഞാനം പോരാ. ശ്രീമദ് ഭാഗവതത്തില് അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം ബ്രഹ്മദേവന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. അതായത് മനുഷ്യരുടെ 100 വർഷമല്ല ഇത് ബ്രഹ്മദേവന്റേത്. ആ, ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സഹസ്രയുഗ പര്യന്തം അഹർയത് ബ്രഹ്മണോ വിദു എന്ന് പറയുന്നുണ്ട്. ഭഗവത്ഗീത 8.17. അതിന്റെ ഭാവാർത്ഥം എടുത്തു നോക്കുകയാണെങ്കിൽ 1000 മഹായുഗങ്ങളാണ് ഒരു ബ്രഹ്മദേവന്റെ ഒരു പകൽ എന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്താണ് ഈ മഹായുഗം എന്ന് പറയുന്നത്? ഒരു മഹായുഗത്തിൽ 4 യുഗങ്ങളുണ്ട്. അപ്പൊ ആ ഒരു യുഗത്തിന്റെ ദൈർഘ്യം നമുക്ക് നോക്കാം. കലിയുഗം മുതൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുറകോട്ട് നമുക്ക് നോക്കാം. കലിയുഗം മുതൽ തുടങ്ങുകയാണെങ്കിൽ കലിയുഗത്തിന്റെ ദൈർഘ്യം 4,32,000 വർഷമാണ്. അതില് നമുക്കറിയാം ദ്വാപരയുഗം കഴിഞ്ഞിട്ട് 5500 വർഷങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനി എത്ര വർഷങ്ങളുടെ കൂടി എടുക്കും കലിയുഗം തീരാനെന്ന് മാത്രം ഒന്ന് ഊഹിച്ചു നോക്കിയാൽ മതി. അപ്പൊ 2 കലിയുഗം കൂടുന്നതാണ് ദ്വാപരയുഗം. അപ്പൊ 4,32,000 ഇൻറ്റു 2, അപ്പൊ 8,64,000 വർഷം. 3 കലിയുഗത്തിന്റെ ദൈർഘ്യമാണ് ത്രേതായുഗം. അപ്പൊ 12,96,000 വർഷം. സത്യയുഗം എന്ന് പറയുന്നത് 4 കലിയുഗങ്ങൾ കൂടുന്ന അത്രയും ദൈർഘ്യമുണ്ട് അതിന്. 17,28,000 വർഷമാണ്. അപ്പോൾ ആ ആ യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാലയളവാണ് ഈ യുഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു മഹായുഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ആ, ഈ യുഗങ്ങളെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ എത്ര സംഖ്യ വരുമെന്ന് നമുക്ക് നോക്കാം. 43,20,000 വർഷമാണ് ഒരു മഹായുഗം. അപ്പൊ ബ്രഹ്മദേവന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 മഹായുഗങ്ങൾ കൂടുന്നതാണ്. കൃഷ്ണ, എത്ര വലിയ ജീവിത കാലയളവ് ഒരു ദിവസം അല്ലേ. അപ്പൊ 1000 ഇൻറ്റു 43,20,000 എന്ന് പറഞ്ഞാൽ 4.32 ബില്യൺ, അല്ലെങ്കിൽ 432 കോടി മനുഷ്യവർഷമാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം. അപ്പൊ ഇതാണ് ബ്രഹ്മദേവന്റെ ഒരു പകലെങ്കിൽ, അപ്പൊ ബ്രഹ്മദേവന്റെ രാത്രിയും അത്രയും തന്നെയല്ലേ. ആഹ്. അപ്പോൾ ബ്രഹ്മദേവന്റെ ഒരു പകലും രാത്രിയും കൂടുമ്പോഴത്തേന് 8.64 ബില്യൺ വർഷമാണ് മനുഷ്യവർഷങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അപ്പം ആ, ബ്രഹ്മദേവന്റെ ഒരു വർഷം, ആ, അതുപോലെ തന്നെ 360 പകലും രാത്രിയും ആ, കഴിഞ്ഞു പോകുമ്പോൾ ബ്രഹ്മദേവന്റെ ഒരു വർഷം, നമ്മൾ ഒരു ദിവസമാണ് കണ്ടത്, ഇനി ഒരു വർഷം എന്ന് പറയുമ്പോൾ 360 പകലും രാത്രി. അപ്പൊ 360 ഇൻറ്റു 8.64 ബില്യൺ, അപ്പം വരുന്നത് 3.11, അങ്ങനെ അത്രയും ട്രില്യൺ മനുഷ്യവർഷമാണ് ബ്രഹ്മദേവന്റെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ. ബ്രഹ്മദേവന് 100 വയസ്സാകുമ്പോൾ അത്രയും വരും. അതുപോലെ ബ്രഹ്മദേവന്റെ 100 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇൻറ്റു 3.11 ട്രില്യൺ ആണ്. അപ്പൊ ഒരു വർഷം നമ്മൾ കണ്ടപ്പോൾ എത്രയായി? 3.11 ട്രില്യൺ മനുഷ്യവർഷമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മദേവന്റെ 100 വയസ്സാണ് ആയുസെങ്കിൽ, അപ്പൊ 100 വർഷം എന്ന് പറയുമ്പോൾ 100 ഇൻറ്റു 3.11 ട്രില്യൺ അല്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, 311.04 ട്രില്യൺ മനുഷ്യവർഷമാണ് ബ്രഹ്മദേവന്റെ പൂർണ്ണമായിട്ടുള്ള ആയുസ്. ബ്രഹ്മദേവന് 100 വയസ്സാണ് ബ്രഹ്മദേവന്റെ ആയുസ്. അപ്പം എന്താണ് കൽപ്പം എന്ന് നോക്കാം. എല്ലാവരും ബ്രഹ്മദേവന്റെ ഒരു കൽപ്പം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ബ്രഹ്മാവിന്റെ ഒരു പകലിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ഈ കൽപ്പം എന്ന് പറഞ്ഞ 1000 മഹായുഗങ്ങള് ചേർന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു കൽപ്പം. അതായത് 4.32 ബില്യൺ വർഷം.
ഇപ്പൊ ബ്രഹ്മാവിന്റെ ഒരു പകൽ സൃഷ്ടി നടക്കുന്നു, ഒരു രാത്രിയിൽ ഭാഗിക പ്രളയവും ഉണ്ടാകുന്നു. അപ്പൊ ഇനി മന്വന്തരം എന്താണെന്ന് നോക്കാം. ഒരു കൽപ്പത്തെ 14 ഭാഗങ്ങളായി വിഭജിക്കുന്നു. ഓരോ ഭാഗവും ഒരു മനുവിന്റെ ഭരണകാലമാണ്. ഇതിനെയാണ് മന്വന്തരം എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഒരു മന്വന്തരം എന്ന് പറയുന്നത് തന്നെ 71 മഹായുഗങ്ങൾ ചേർന്നതാണ്. ഒറ്റ മന്വന്തരം തന്നെ. അപ്പം ഈ 14 മന്വന്തരങ്ങൾ ഏതാണെന്ന് നോക്കാം. ആ ഓരോ കൽപ്പത്തിലെയും 14 മനുക്കളെ, ബ്രഹ്മദേവന്റെ ഒരു കൽപ്പത്തിലുള്ള 14 മനുക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ മനുവാണ് സ്വയംഭൂ മനു. രണ്ടാമത്തേത് സ്വാരോചിഷ മനു. മൂന്നാമത്തേത് ഉത്തമ മനു. 4 താമസ മനു. 5 റൈവത മനു. 6 ചാക്ഷുഷ മനു. 7 വൈവസ്വത മനു. അതായത് ഇപ്പോഴത്തെ മനു, ഏഴാമത്തെ മനുവിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, വൈവസ്വത മനു. 8 സാവർണി മനു. 9 ദാക്ഷസാവർണി മനു. 10 ബ്രഹ്മസാവർണി മനു. 11 ധർമ്മസാവർണി മനു. 12 രുദ്രസാവർണി. 13 ദേവസാവർണി. 14 ഇന്ദ്രസാവർണി. ഇതാണ് ഈ മനുക്കളിലെ ബ്രഹ്മദേവന്റെ ആ ഒരു കൽപ്പത്തിൽ വരുന്ന മനുക്കളാണ്. 14 മനുക്കളുടെ പേരാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ മനുവിന്റെ ജോലി എന്താണ്? അപ്പൊ മനുഷ്യൻ എന്ന പദം തന്നെ വന്നത് മനുവിൽ നിന്നാണ്, അല്ലെ? മനുവിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മനുഷ്യവംശത്തിന്റെ സ്ഥാപനം, വർണ്ണാശ്രമ വ്യവസ്ഥ, അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, പിന്നെ അതുപോലെ തന്നെ ബ്രാഹ്മണ്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥ, സന്യാസം തുടങ്ങിയ അങ്ങനെ വർണ്ണാശ്രമ വ്യവസ്ഥകള് സ്ഥാപിക്കൽ, ധർമ്മം പഠിപ്പിക്കൽ, രാജാക്കന്മാരെ നിയമിക്കൽ, ഋഷിമാരുമായിട്ട് ചേർന്ന് ലോകഭരണം നടത്തുക, ഇതൊക്കെയാണ് മനുവിന്റെ കർത്തവ്യങ്ങൾ. അപ്പൊ ഓരോ മന്വന്തരത്തിലും ഒരു മനു, ഒരു ഇന്ദ്രൻ, സപ്തർഷികൾ, ദേവഗണങ്ങൾ എന്നിവ മാറി മാറി വരും. അപ്പൊ മനസ്സിലായില്ലേ, ഇവരെല്ലാം ഒരു പോസ്റ്റാണ്. പ്രധാനമന്ത്രിയും മന്ത്രിമാരും എവറി 5 ഇയേഴ്സിൽ മാറുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ ഒരു പോസ്റ്റാണ്. ഒരു മനു, ഒരു ഇന്ദ്രൻ, സപ്തർഷികൾ, ദേവഗണങ്ങൾ എന്നിവ മാറുന്നു. ഇപ്പോഴത്തെ മനുവാണ് നേരത്തെ പറഞ്ഞ പോലെ ഏഴാമത്തെ മനുവായ വൈവസ്വത മനുവിന്റെ മന്വന്തരത്തിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ടല്ലേ, സൂര്യദേവനായ വിവസ്വാന്റെ പുത്രനാണെന്ന് ഭഗവത്ഗീതയിലെ 4.1 പറയുന്നുണ്ട്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവിയ എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ആദ്യം ഗീത ഉപദേശം ചെയ്ത് സൂര്യദേവനായ വിവസ്വാനെയാണ് എന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പം വിവസ്വാൻ എന്റെ ആ ഒരു പരമ്പരയിൽ വരുന്ന ആളാണ് വൈവസ്വത മനു. ഇക്ഷ്വാകു ആണ് പരമ്പര എന്ന് നമ്മൾ കണ്ടല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏത് യുഗത്തിലാണ്? വൈവസ്വത മനുവിന്റെ മന്വന്തരത്തിലെ 28ാമത്തെ മഹായുഗത്തിലെ കലിയുഗത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. വൈവസ്വത മനുവിന്റെ മന്വന്തരത്തിലെ 28ാമത്തിലെ മഹായുഗത്തിലെ കലിയുഗത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. കലിയുഗം ആരംഭിച്ച ക്രിസ്തു വർഷത്തിന് മുൻപേ 3102 ഏകദേശം കലിയുഗം ആരംഭിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ ബ്രഹ്മദേവൻ എത്ര വയസ്സായി എന്നൊരു കണക്ക് നമുക്ക് നോക്കിയാലോ. ബ്രഹ്മദേവൻ ഏകദേശം പുള്ളി കണക്കൊക്കെ ഒന്ന് കൂട്ടി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 50 വർഷം കഴിഞ്ഞു. 51ാമത്തെ വർഷത്തിന്റെ ആദ്യ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആദ്യത്തെ ആ ഒരു ദിവസത്തിന്റെ പേരാണ് ശ്വേതവരാഹ കൽപ്പം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ശ്വേതവരാഹ കൽപ്പത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ബ്രഹ്മദേവൻ 51 വയസ്സ് ആകാൻ പോകുന്ന ബ്രഹ്മദേവൻ, ആ ബ്രഹ്മദേവന്റെ ആയുസ് നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ ബ്രഹ്മദേവന്റെ പേര് എന്താണ്? വൈരാജൻ എന്നാണ് ഇപ്പോഴത്തെ ബ്രഹ്മദേവന്റെ പേര്. ഈ വരാൻ പോകുന്നത് ബ്രഹ്മദേവനാകാനായിട്ട് ബ്രഹ്മദേവൻ 100 വയസ്സായി കഴിയുമ്പോൾ ബ്രഹ്മലോക അടക്കം പ്രളയത്തിൽ നശിക്കുന്നു. പിന്നീട് അടുത്ത ബ്രഹ്മദേവനായിട്ട് ഇനി വരാനായിട്ട് ആ പോസ്റ്റ് കിട്ടാൻ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ചിരഞ്ജീവി ആയിട്ടിരിക്കുന്ന ഹനുമാൻ സ്വാമിക്കാണെന്നാണ് ശാസ്ത്രങ്ങളും ആചാര്യന്മാരും പറയുന്നത്. അപ്പൊ ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതട്ടെ. ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഹരി ഓം തത്സത്.